നമ്മളെല്ലാവരും തന്നെ തനിച്ച് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണവരാണ്. എന്നാൽ ചിലർ മാത്രമാണ് ജനിക്കുമ്പോൾ രണ്ടുപേരായി ഒരുമിച്ച് വരുന്നത്. അവരാണ് ട്വിൻസ്. 700 കോടി ആളുകളുള്ള ഈ ഭൂമിയിൽ എല്ലാവരും വെവ്വേറെയായിരിക്കുമ്പോൾ രണ്ടുപേർ മാത്രം ഒരേപോലെ ഇരിക്കുന്നത് വളരെ വലിയൊരു ആശ്ചര്യം തന്നെയാണ്. അതുപോലെ നമ്മളെ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ട്വിൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 80 വർഷങ്ങൾക്ക് മുൻപ് ജോണും ഫ്ലോറൻസും വിവാഹിതരായി. കല്യാണം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്കൊരു പെൺകുട്ടി ജനിച്ചത്. ആ കുട്ടിക്ക് അവർ ജോആന എന്ന് പേരിട്ടു. ഈ കുട്ടി ജനിച്ച ശേഷം ജോണിന്റെയും ഫ്ലോറൻസിന്റെയും ജീവിതത്തിലെ സന്തോഷം ഇരട്ടിച്ചു. അങ്ങനെ ജോആനയ്ക്ക് 5 വയസ്സായപ്പോൾ ഇവർക്ക് മറ്റൊരു പെൺകുട്ടി കൂടി ജനിച്ചു. ആ കുട്ടിക്ക് ഇവർ ജാക്ലിൻ എന്ന് പേരിട്ടു. ഇവർ 4 പേരും ഇംഗ്ലണ്ടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഇവരുടെ കുട്ടികൾ അല്പം വളർന്നു വലുതായപ്പോൾ ജോണും ഫ്ലോറനും ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. വീടുകളിലേക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു അത്. ഇത് ഇവർ പുതുതായി തുടങ്ങിയ ബിസിനസ് ആയതിനാൽ ഓരോ വീടുകളിൽ ചെന്ന് ഓർഡർ എടുത്ത് ഡെലിവറി ചെയ്യുന്ന ജോലി ജോണും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവശ്യ സാധനങ്ങൾ തയ്യാറാക്കുന്ന ജോലി ഫ്ലോറനും ചെയ്തുകൊണ്ടിരുന്നു. സോ ഈ തിരക്കിനിടയിൽ ഇവർക്ക് കുട്ടികളെ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിയാത്തതിനാൽ ജോണിന്റെ അമ്മയെ കുട്ടികളെ നോക്കാനായി ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഈ കുട്ടികൾ കളിക്കുമ്പോൾ എപ്പോഴും ഇവർ കളിക്കുന്ന സാധനങ്ങൾ രണ്ടായി തരംതിരിച്ചു വെച്ച് ജോആനയ്ക്ക് പകുതി ജാക്ലിന് പകുതി എന്നിങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. വൈകുന്നേരങ്ങളിൽ ജോണിന്റെ അമ്മ ഈ കുട്ടികളെ വീടിനടുത്തുള്ള പാർക്കിൽ സ്ഥിരമായി കൊണ്ടുപോകുമായിരുന്നു. ഇതേ സമയം ജോണും ഫ്ലോറൻസും ആരംഭിച്ച ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി തുടങ്ങി. അങ്ങനെ 1957 മെയ് 7 ഒരു ഞായറാഴ്ച ജോണിന്റെ അമ്മ തനിക്ക് വയ്യാത്തതുകൊണ്ട് ജോആനയോടും ജാക്ലിനോടും ചർച്ചിലേക്ക് പോകാൻ പറഞ്ഞു. കൂട്ടിനായി തൊട്ടടുത്ത വീട്ടിലെ പയ്യനെയും വിളിച്ചു. അങ്ങനെ ഇവർ 3 പേരും കൂടി റോഡിലൂടെ തമാശകൾ പറഞ്ഞ് ചർച്ചിലേക്ക് പോവുകയായിരുന്നു. ആ ഒരു നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാറ് വേഗത്തിൽ വന്ന് ഈ 3 കുട്ടികളെയും ഇടിച്ചു തെറിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ആളുകളെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ ആ കാർ ഓടിച്ചിരുന്നത് ലഹരി തലയ്ക്ക് പിടിച്ച് നേരാവണ്ണം നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ലേഡിയായിരുന്നു. സോ ഈ ലേഡിയെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ആക്സിഡന്റ് നടന്ന ദിവസം രാവിലെ ഈ ലേഡിയുടെ ഡൈവേഴ്സ് കേസിന്റെ കോടതി വിധിയായിരുന്നു. ആ കോടതി വിധിയിൽ ആ ലേഡിയുടെ കുട്ടിയുടെ മേലുള്ള പൂർണ്ണ അവകാശവും അച്ഛനാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. തൻ്റെ കുട്ടിയെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള വിഷമത്തിൽ അമിതമായി പെയിൻ കില്ലേഴ്സ് കഴിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ആ ലേഡി കാറെടുത്ത് അതിവേഗത്തിൽ പായുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ 3 കുട്ടികൾ റോഡിലൂടെ പോകുന്നത് ഈ ലേഡി കണ്ടത്. ഈ കുട്ടികളെ കണ്ട ഉടനെ ആ ലേഡി ചിന്തിച്ചത്, എൻ്റെ കുട്ടി ഒരിക്കലും ഇനി എൻ്റെ അടുത്തുണ്ടാവില്ല, പിന്നെന്തിന് ഈ കുട്ടികൾ മാത്രം അവരുടെ പാരൻസിന്റെ ഒപ്പം ഉണ്ടാവണം. ഇങ്ങനെ ചിന്തിച്ച് മനഃപൂർവ്വം ആ കുട്ടികളെ കാറടിപ്പിച്ച് കൊല്ലുകയായിരുന്നു ആ ലേഡി. ജോആനും ജാക്ലിനും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ ഹോസ്പിറ്റലിലേക്ക് പോകും വഴിയും മരണപ്പെട്ടു. കാർ ഓടിച്ച ആ ലേഡിയെ പോലീസ് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം ജോണും ഫ്ലോറൻസും മാനസികമായി തകർന്നു. അവരുടെ ബിസിനസ് എല്ലാം നിർത്തിവെച്ച് ജോണിന്റെ അമ്മയെയും തിരിച്ചയച്ച് ജോണും ഫ്ലോറൻസും മാത്രം ദിവസങ്ങളോളം അവരുടെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെയാണ് ജോൺ വിചിത്രമായ ചില വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. സ്വപ്നത്തിൽ തൻ്റെ 2 മക്കളും സ്വർഗത്തിലുള്ളതായും മരിച്ചു പോയാലും ഞങ്ങൾ ഇപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് പറയുന്നതായും ജോൺ ഇടയ്ക്കിടെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കാര്യം ജോൺ ഫ്ലോറൻസിനോട് പറഞ്ഞപ്പോൾ ഫ്ലോറൻസ് വളരെയധികം അസ്വസ്ഥയായി. കാരണം എന്തെന്നാൽ ഫ്ലോറൻസ് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട കാര്യം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ജോൺ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ തൻ്റെ ഭാര്യയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സഹികെട്ട് ജോണും ഫ്ലോറൻസും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി. അപ്പോൾ ജോൺ ഫ്ലോറൻസിനോട് പറഞ്ഞു, ഓക്കെ, ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും ഇതുവരെ പറയാത്തൊരു കാര്യം നിന്നോട് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ജോണിന് 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു പുസ്തകം മുഴുവനായും വായിച്ചു തീർത്തു. ആ പുസ്തകം എന്തിനെക്കുറിച്ചാണെന്നാൽ മരണശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ചായിരുന്നു. മരിച്ചുപോയവരെല്ലാം മറ്റുള്ളവരിലൂടെ പുനർജനിക്കുന്നത്. അങ്ങനെ ജോൺ ആ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം കേട്ട ജോണിന്റെ ഭാര്യ ഫ്ലോറൻസ് ഇതൊന്നും തന്നെ വിശ്വസിച്ചില്ല.
എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഫ്ലോറൻസ് വീണ്ടും ഗർഭിണിയായി. ഡോക്ടർ സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ആ കുട്ടി നല്ല ഹെൽത്തി ആണെന്നും പറഞ്ഞു. എന്നാൽ ഫ്ലോറൻസ് പ്രസവിച്ചപ്പോൾ പുറത്തേക്ക് വന്നത് ഇരട്ട കുട്ടികളായിരുന്നു. ഇത് കണ്ട് ജോൺ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഞെട്ടി. എന്തെന്നാൽ ജോണിന് ഇതെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു. സോ ജനിച്ചത് രണ്ടും പെൺകുട്ടികളാണ്. അങ്ങനെ അവർ കുട്ടികൾക്ക് ജെന്നിഫർ, ഗില്ലിയൻ എന്ന് പേരിട്ടു. ഒരു തരത്തിൽ ഇതെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിലും ജോണിന്റെ ഭാര്യ ഫ്ലോറൻസിന് ജോണിന്റെ ചെറുപ്രായത്തിൽ സംഭവിച്ചതും ജോൺ വായിച്ച ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളും ഈ രണ്ട് ഇരട്ടക്കുട്ടികൾ ജനിച്ചതും അങ്ങനെ എല്ലാം കൂടി ആലോചിച്ച് ഫ്ലോറൻസിന് പേടിയാവാൻ തുടങ്ങി. അങ്ങനെ അവർ മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ തുടങ്ങി. സോ കുറെ പേർക്ക് ജനിക്കുമ്പോൾ തന്നെ ബർത്ത് മാർക്കുണ്ടാകും, മറുകുകൾ, ശരീരത്തിന്റെ പലയിടത്തും പാടുകൾ എന്നിങ്ങനെ. അങ്ങനെ പുതിയൊരു നാട്ടിൽ പോയി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് ഇവർ വിചാരിച്ചപ്പോൾ ജെന്നിഫർ കാല് സ്ലിപ്പായി വീണ് നെറ്റിയിൽ പുരികത്തിന്റെ ഭാഗത്ത് മുറിവ് പറ്റി. മുറിവുണങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുറിവുണങ്ങിയ ഭാഗത്ത് അതൊരു കറുത്ത പാടായി മാറി. സോ ആ ഒരു പാട് കണ്ടപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത് മുൻപ് മരണപ്പെട്ട ജോആനയ്ക്കും നെറ്റിയുടെ ഭാഗത്തായി ഇതുപോലെ ഒരു ബർത്ത് മാർക്കുണ്ടായിരുന്നത്. ആദ്യത്തെ കുട്ടികൾ മരിച്ച കാര്യം ഇപ്പോൾ ജനിച്ച കുട്ടികൾ അറിയരുതെന്ന് ജോണിനും ഫ്ലോറൻസിനും നിർബന്ധമുണ്ടായിരുന്നു. എന്തെന്നാൽ ചെറുപ്പത്തിലെ തന്നെ ഇതെല്ലാം അറിഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് വിഷമിച്ചാലോ എന്ന് കരുതിയാണ്. എന്നാൽ ഇവർക്ക് 18 വയസ്സാകുന്നതിന്റെ അന്ന് തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഇവരെ അറിയിക്കണമെന്ന് ജോണും ഫ്ലോറൻസും പ്ലാൻ ചെയ്തു. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി നടക്കണമെന്നില്ല. ജെന്നിഫറും ഗില്ലിയനും കളിച്ചു നടക്കുന്ന പ്രായമായപ്പോൾ ഇവർക്ക് കളിക്കാനായി കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊടുത്തു. അതായത് ആദ്യം ഇവർക്കുണ്ടായിരുന്ന കുട്ടികൾ കളിച്ചിരുന്ന അതേ കളിപ്പാട്ടങ്ങൾ. അത് കൊടുത്തപ്പോൾ പണ്ട് ജോആനും ജാക്ലിനും കളിപ്പാട്ടങ്ങൾ പകുതിയായി വീതിച്ചു വെച്ച് കളിച്ചിരുന്നത് പോലെ ജെന്നിഫറും ഗില്ലിയനും അതേ കളിപ്പാട്ടങ്ങൾ അതേപോലെ തന്നെ വീതിച്ചു വെച്ച് കളിക്കാൻ തുടങ്ങി. പിന്നീടൊരു ദിവസം തന്നെ പാർക്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജെന്നിഫർ കരയാൻ തുടങ്ങി. എന്നാൽ അവർ താമസിക്കുന്ന വീടിനടുത്ത് പാർക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്ലോറൻസ് ജെന്നിഫറിനോട് ചോദിച്ചു ഏത് പാർക്കിലേക്കാണ് മോൾക്ക് പോകേണ്ടതെന്ന്. ഇത് കേട്ട് ജെന്നിഫർ ആ പാർക്കിനെ കുറിച്ചുള്ള അടയാളങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഫ്ലോറൻസ് ഞെട്ടി. ആ പാർക്ക് ഏതായിരുന്നെന്നാൽ പണ്ട് ജോആനയും ജാക്ലിനെയും ജോണിന്റെ അമ്മ കൊണ്ടുപോയിരുന്ന അതേ പാർക്കിന്റെ അടയാളങ്ങളായിരുന്നു. അങ്ങനെ ഈ കുട്ടികളെ ജോണും ഫ്ലോറൻസും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് ഇതൊന്നും വിശ്വസിക്കാനേ ആയില്ല. ഇത് കേട്ട് അത്ഭുതപ്പെട്ട ആ ഡോക്ടർ ഇതൊന്നും ഒരിക്കലും നടക്കില്ലെന്നും വെറും സ്വപ്നത്തിൽ മാത്രമേ ഇതെല്ലാം നടക്കൂ എന്നും ജോണിനോടും ഫ്ലോറൻസിനോടും പറഞ്ഞു. അങ്ങനെ 1987 ജെന്നിഫറിനെയും ഗില്ലിനെയും കുറിച്ച് ഡോക്ടർ ഇയാൻ സ്റ്റീവൻ ചിൽഡ്രൻസ് ഹു റിമെമ്പർ പ്രീവിയസ് ലൈഫ്സ് എന്നൊരു പുസ്തകവും എഴുതി.